പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഡിസംബർ മാസം 8-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ, കർത്താവിനെ സ്തുതിച്ചാട്ടെ, കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ താങ്ങി പരിപാലിച്ചു, അനർത്ഥങ്ങൾ അപകടങ്ങൾ നോക്കിയും വിടുവിച്ചു. അത്ഭുതകരമായി കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ച കൃപകൾക്കായിട്ട് സന്തോഷത്തോടെ കർത്താവിന് നമുക്ക് സ്തോത്രം പറയാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം സ്തോത്രം. 71-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ അങ്ങേ സ്തുതിക്കും. എൻ്റെ വാ ഇടപെടാതെ അങ്ങയുടെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും, അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. കണ്ടോ, എൻ്റെ വായെ ഇടവിടാതെ അങ്ങയുടെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും, അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ സംഖ്യ അറിയാതെ വണ്ണമുള്ള സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ പ്രഭാതത്തിൽ നമുക്ക് അങ്ങനെ തന്നെ കർത്താവിനെ സ്തുതിക്കാം. അതിൻ്റെ 23-24 ഭാഗങ്ങൾ പറയുന്നു, ഞാൻ അങ്ങേക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങ് വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. ആമേൻ. എൻ്റെ നാവും ഇടപെടാതെ അങ്ങയുടെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, കർത്താവിന് മഹത്വം കൊടുക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. കർത്താവ് തന്ന നന്മകളെ ഓർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. രാത്രിയിൽ കർത്താവെ അങ്ങയുടെ കൃപ ഞങ്ങളെ താങ്ങി പരിപാലിച്ചു നിർത്തിയതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പകൽക്കാലം അങ്ങയുടെ കൃപയും ഞങ്ങളെ പൊതിയുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഞങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വൻ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ ആവശ്യങ്ങൾ ഇന്ന് പകൽക്കാലം നിന്റെ കൃപയുണ്ടാകണമേ, അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ, അങ്ങയുടെ നിറവുണ്ടാകണമേ. അവർ എന്ത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു അതിൻ്റെ മേൽ ദൈവകരം ചലിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒന്നും അസാധ്യമല്ലല്ലോ അങ്ങേക്ക് കഴിയാത്തതായ ഒരു കാര്യവുമില്ലല്ലോ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമല്ലേ, അങ്ങ് വിടുവിപ്പാൻ ശക്തനല്ലേ. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില അത്ഭുതകരമായ വിടുതലുകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. കർത്താവേ, രോഗികളായിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ശരീരത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. മനസ്സിനകത്ത് പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. എല്ലാ ചിന്തകളും എല്ലാ നിരാശകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ആസ്തുമയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യം അവർക്കുണ്ടായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതം ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. ആമേൻ. ആസ്തുമയുടെ സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അതുപോലെ കർത്താവെ, നന്ദിയോടെ സ്തോത്രം. തലയുടെ പിറകുഭാഗത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം കർത്താവെ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആമേൻ ആമേൻ. എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതെ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കട്ടെ, നിൽക്കട്ടെ. സ്വാതന്ത്ര്യത്തോടെ നടക്കുവാൻ കർത്താവ് ഇടവരുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, അവരെയൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മതിയായ ദൈവമാകിയാൽ സ്തോത്രം. പൂർണ്ണമായ വിടുതൽ കൊടുത്ത് കർത്താവ് അവരെ ആശ്വസിപ്പിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. അതുകൂടാതെ കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. മറ്റു വിഷയങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. വിടുവിപ്പാൻ അങ്ങ് ശക്തനാകിയാൽ സ്തോത്രം. അങ്ങയുടെ കരം നീട്ടി അങ്ങ് വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഈ പകൽക്കാലത്തിന് കുഞ്ഞുങ്ങളെ ഒരിക്കലൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ ആമീൻ ആമീൻ. കർത്താവ് നിങ്ങളെ ഈ പകൽക്കാലം ജയകരമായി നടത്തട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും കൊണ്ട് കർത്താവ് നിങ്ങളെ ഈ പകൽക്കാലം നിറയ്ക്കട്ടെ. ദൈവിക സന്തോഷം, ദൈവിക സ്വസ്ഥത ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആമേൻ. തുടർന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോവുകയാണ്. ഗലാത്യലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 6:1. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവീൻ. ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഭാഗം ഇതാ. സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോൾ ആമേൻ ദൈവസഭയിലായിരിക്കുന്ന സഹോദരങ്ങളെയാണ് ഈ വിളിക്കുന്നത്. ഗലാത്യ സഭയോട് പറയുക സഹോദരന്മാരെ. എന്തുകൊണ്ടാണ് നമ്മൾ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന് വിളിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഒരപ്പൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ. അതായത് സർവശക്തനായ ദൈവത്താൽ ജനിക്കപ്പെട്ടവരാണ് നമ്മൾ. ആമേൻ. അവനെ കൈക്കൊണ്ടവനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തു എന്നാണ് പറയും. അപ്പോൾ ഞാനും നിങ്ങളും വീണ്ടും ജനിക്കപ്പെടുമ്പോൾ, ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളായി മാറി, ഒരു അപ്പൻ്റെ മക്കളായി മാറി. അതുകൊണ്ടാണ് സഹോദരന്മാരെ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ. അപ്പം എന്തെങ്കിലും തെറ്റിൽ അകപ്പെട്ടു പോയാൽ അതിൻ്റെ അർത്ഥം എന്നാ? എന്തെങ്കിലുമൊക്കെ ചെറിയ വീഴ്ചകളൊക്കെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. ആമേൻ. ചിലപ്പം പ്രാർത്ഥന കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പം ആമേൻ കുറച്ച് ദിവസത്തേക്കിന് പിന്മാറി നിൽക്കുവാൻ, അങ്ങനെ എന്തെങ്കിലും പെട്ടുപോയാൽ, അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ കൂടെയുള്ള ഒരു സഹോദരൻ അകപ്പെട്ടു പോയെങ്കിൽ, ആമേൻ ആമേൻ, അങ്ങനെ അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ, ആമേൻ, അതായത് ആത്മനിറവിൽ ജീവിക്കുന്ന നിങ്ങൾ, മറ്റേ ആള് എന്തുപറ്റി? ഒരു തെറ്റിലകപ്പെട്ടു പോയി. പക്ഷെ തെറ്റിലകപ്പെടാതിരിക്കുന്ന ആത്മീകരായ ഞാനും നിങ്ങളും എങ്ങനെയുള്ളവനെ അങ്ങനെ തെറ്റിലകപ്പെട്ടു പോയിരിക്കുന്നവനെ സൗമ്യതയുടെ ആത്മാവിൽ. അപ്പോൾ ആ ആളിനെ ഏത് ആത്മാവിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? സൗമ്യതയുടെ ആത്മാവ്. യേശുവിൽ വ്യാപരിച്ചത് സൗമ്യതയുടെ ആത്മാവ്. അപ്പോൾ സൗമ്യതയുടെ ആത്മാവിൽ നമ്മൾ യഥാസ്ഥാനപ്പെടുത്തുവിൻ എന്ന് വെച്ചാൽ മടക്കിക്കൊണ്ടുവരുവീൻ, അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ എനിക്കും നിങ്ങൾക്കും എല്ലാം ഈ വലിയൊരു ദൗത്യം പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിട്ടുണ്ട്. മറന്നു പോകരുത്. എന്താ? ആമേൻ. വഴി തെറ്റിപ്പോയവരെ, പിന്മാറിപ്പോയവരെ, ആമേൻ 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 തെറ്റിലകപ്പെട്ടു പോയവരെ യഥാസ്ഥാനപ്പെടുത്തുക. അല്ലെങ്കിൽ യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പഴയ പൂർവ്വ അവസ്ഥയിലേക്ക് അവരെ മടക്കിക്കൊണ്ടിരുന്ന ആ ഒരു വലിയ ശുശ്രൂഷ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഒരു പാപത്തിൽ അകപ്പെട്ടു പോയി. ആ വ്യക്തി അപ്പോഴത്തേക്കും അങ്ങ് നിരാശപ്പെട്ടു പോയി, പിന്നെ പിന്മാറിപ്പോയി, ഇപ്പം ദൈവത്തെ വിളിക്കാറില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യണം? അവരെ പോയി കണ്ട് അവരോട് യേശു ക്രിസ്തുവിനെ കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. യേശു ക്ഷമിക്കും, രക്തത്താൽ കഴുകൽ പ്രാപിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ യഥാസ്ഥാനപ്പെടുത്തണം സൗമ്യതയുടെ ആത്മാവിൽ. നമ്മുടെ മക്കളായിക്കോട്ടെ, കൂട്ടു സഹോദരന്മാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, വഴി തെറ്റിപ്പോയാൽ ആമേൻ ആമേൻ നമ്മുടെ ഇടയിൽ നിന്ന് ആമേൻ ഏതെങ്കിലും രീതിയിൽ ആമേൻ സ്തോത്രം പിന്മാറിപ്പോയാൽ, ആമേൻ കർത്താവ് എന്നാ പറയുന്നത്? എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവരെ തിരിച്ച് യഥാസ്ഥാനപ്പെടുത്തുവാനാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ഓർപ്പിക്കുന്നത്. ഇതാണ് കർത്താവിൻ്റെ സ്വഭാവം. കർത്താവിൻ്റെ സ്വഭാവം അതായതുകൊണ്ടാണല്ലോ നമ്മളോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. വീണ്ടും ജനിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും ദൈവിക സ്വഭാവമാവുള്ളത്. അപ്പോൾ നമ്മൾ വചനപ്രകാരം നമ്മളെ ട്രെയിൻ ചെയ്യുമ്പോഴാണ് ആ സ്വഭാവത്തിലേക്ക് നമുക്ക് കയറി വരുവാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ദൈവാത്മാവിൻ്റെ സ്വഭാവമാണ്. എന്ത്? മറ്റുള്ളവരെ യഥാസ്ഥാനപ്പെടുന്നത്. പോയത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല, മറിച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തണം. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഞാനും നിങ്ങളും ഏത് വിഷയത്തിൽ അവൻ സ്ഥാനം തെറ്റിയിരിക്കുന്നു എങ്കിലും ആ കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവ്. കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാണ്. കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? യഥാസ്ഥാനപ്പെടുത്തും. ഇന്ന് നിങ്ങളുടെ ശരീരം ആമേൻ രോഗത്താൽ സ്ഥാനം തെറ്റി തകർന്നിരിക്കുകയാണോ? യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. ആ യേശു നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. ഹല്ലേലൂയ. സാമ്പത്തികമായി നിങ്ങൾ തകർന്നിരിക്കുകയാണോ? അവൻ പൂർവ്വ സ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ ബിസിനസ് തകർന്നിരിക്കുകയാണോ? അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക്, യഥാർത്ഥ സ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. യേശുവിൻ്റെ അടുക്കൽ വന്ന ആരും അവൻ നിരാശപ്പെട്ടു പോയില്ല. സ്ഥാനം തെറ്റി അല്ലെങ്കിൽ ജീവിതത്തിൽ പാളിച്ചകൾ പറ്റി, വീഴ്ചകൾ പറ്റി ആരൊക്കെ കർത്താവിൻ്റെ അടുക്കൽ വന്നു അവരെ എല്ലാം കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവരെ എല്ലാം യഥാസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിരാശപ്പെടരുത്. ഇന്ന് പ്രഭാതത്തിൽ തളർന്നു പോകരുത്. ഇന്ന് പ്രഭാതത്തിൽ അയ്യോ
എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട. യേശു നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. യേശു നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. യേശു നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. നിങ്ങളുടെ അകത്തിരിക്കുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഉണ്ടല്ലോ, ആ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നിടത്തോളം കാലം ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. കർത്താവ് നിങ്ങളെ നിശ്ചയമായിട്ടും ഇന്ന് നിങ്ങൾ ഏതവസ്ഥയിൽ ഇരിക്കുന്നോ നിങ്ങൾ വിശ്വസിച്ചാട്ടെ, പ്രത്യാശിച്ചാട്ടെ, കർത്താവ് നിങ്ങളെ യഥാസ്ഥാനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരു രീതിയാണ്, കർത്താവിൻ്റെ ഒരു സ്വഭാവം. കുഷ്ഠരോഗികൾ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തിയപ്പോൾ അവരുടെ ശരീരത്തിൽ കുഷ്ഠം വന്നതിൻ്റെ പാടോ അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവയവങ്ങളോ ഒന്നും പ്രശ്നമായില്ല. അവരുടെ വിരലുകൾ മുറിഞ്ഞു പോയി കാണും. ഇതെല്ലാം എന്ത് ചെയ്തു? ഇതെല്ലാം മടക്കി കൊടുത്ത് അവരെ യഥാസ്ഥാനപ്പെടുത്തി. നിങ്ങളുടെ കാലങ്ങൾ, സമയങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ? കർത്താവ് സമയങ്ങളെ തിരിച്ചു തരുവാൻ കഴിയുന്ന ദൈവമാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, നഷ്ടമായി പോയ സംവത്സരങ്ങളെ കർത്താവ് മടക്കി തരും. അതെന്തുവാ? അതിനെ പറയുന്ന പേരാണ് യഥാസ്ഥാപനപ്പെടുത്തുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കാലം ഒത്തിരി നഷ്ടപ്പെട്ടു പോയി. രോഗം വന്ന് ഞങ്ങളുടെ സമയം ഒത്തിരി നഷ്ടപ്പെട്ടു പോയി, കൊറോണ വന്ന് ഞങ്ങളുടെ മാസങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പ്രത്യാശ തരുന്ന ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുമ്പോൾ വിശ്വസിച്ചാട്ടെ, നിശ്ചയമായിട്ടും നിങ്ങളെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തും. അതുകൊണ്ട് ഏലിയാവിനെ പോലെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നിട്ട് മതി കർത്താവേ മതി, ഇനി എന്നെ കൊണ്ട് ഓടാൻ മേലായി, ഇനി എനിക്കൊന്നും ചെയ്യാൻ മേലായി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണോ? തളർന്നിരിക്കുകയാണോ? നിരാശപ്പെട്ടിരിക്കുകയാണോ? ഭയപ്പെട്ടിരിക്കുകയാണോ? ശരീരത്തിൻ്റെ അവസ്ഥ കണ്ട് നിരാശപ്പെട്ടിരിക്കുകയാണോ? വഴിതെറ്റിപ്പോയ കൊച്ചിനെ കണ്ടുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണോ? അയ്യോ, ഇന്ന് പ്രഭാൽക്കാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ക്രിസ്തു നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. ക്രിസ്തു നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. അവനോടൊന്ന് പറഞ്ഞാട്ടെ, ആ കുരുടന്മാർ യേശുവിനോട് നിലവിളിച്ചതുപോലെ ഇന്ന് പ്രഭാതത്തിലൊന്ന് പറഞ്ഞേ, കർത്താവേ ഇന്ന വിഷയത്തിൽ സ്ഥാനം തെറ്റിയിരിക്കുക, ഇന്ന വിഷയത്തിൽ വഴി മാറി ഓടിക്കൊണ്ടിരിക്കുക, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും യേശു നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും കേട്ടോ. യേശുവിൻ്റെ അടുക്കൽ ആര് വന്നു അവരെല്ലാം യേശു യഥാസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അവൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ മതിയായവനാണ്. എന്തവസ്ഥയായിക്കോട്ടെ, ഏത് സാഹചര്യമായിക്കോട്ടെ, കർത്താവ് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ മതിയായവനാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിഷമിക്കേണ്ട, സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നാട്ടെ. നമുക്കറിയാം, മോവാബിയ സ്ത്രീയായ രൂത്ത്, മോവാബിയർക്ക് 10 തലമുറയോളം ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുവാൻ യാതൊരു അർഹതയുമില്ലാത്തവരാണ്. എന്നാൽ തൻ്റെ അമ്മാവിയമ്മയായ സ്തോത്രം, തൻ്റെ അമ്മാവിയമ്മയുടെ കൂടെ അവളും ഈ ദൈവത്തിലേക്ക് വന്നപ്പോൾ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് അവൾ വാക്കുകൊണ്ട് ഏറ്റുപറഞ്ഞ് അവളും ദൈവത്തെ ഏറ്റെടുത്തപ്പോൾ, സ്വീകരിച്ചപ്പോൾ എന്തു പറ്റി? ദൈവം അവളെ പൂർണ്ണമായിട്ട് യഥാസ്ഥാനപ്പെടുത്തി. അവിടെ അവസ്ഥയ്ക്ക് മാറ്റം കൊടുത്തു. അവൾക്ക് സ്ഥിതിക്ക് ഭേദം വന്നു. അവൾ പഴയ അവസ്ഥയിൽ നിന്ന് ദൈവം അവളെ മാറ്റിയെടുത്തു. എല്ലാം നഷ്ടപ്പെട്ടവൾ, ഒന്നുമില്ലാതെ വന്നവൾ. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? അവൾക്ക് യഥാസ്ഥാനം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞതാണോ? അങ്ങനെയെങ്കിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുക. ആ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ തകർന്നല്ല പോകുന്നത്, നിങ്ങൾ നശിക്കപ്പെട്ടല്ല പോകുന്നത്. പിന്നെയോ അവൻ നിങ്ങളെ പണിഞ്ഞെടുക്കുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രയാസപ്പെടാതെ, നിരാശപ്പെടാതെ, തളരാതെ പറഞ്ഞാണ്ട്, കർത്താവ് നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. എൻ്റെ യേശു എന്നെ യഥാസ്ഥാനപ്പെടുത്തും. ഒഴിഞ്ഞ പടകുമായിട്ട് നിൽക്കുന്ന പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തിയ കർത്താവ്. സ്തോത്രം 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 സ്തോത്രം. ക്രൂശിൽ വെച്ച് ഏറ്റുപറഞ്ഞ കള്ളനെ യഥാസ്ഥാനപ്പെടുത്തിയ കർത്താവ്. അതുകൊണ്ട് എന്തുണ്ടോ കർത്താവിനോട് പറഞ്ഞാട്ടെ, എന്നിട്ട് പ്രാർത്ഥിച്ചാട്ടെ, എന്നിട്ട് വിശ്വസിച്ചാട്ടെ, എൻ്റെ യേശു എന്നെ യഥാസ്ഥാനപ്പെടുത്തും. എൻ്റെ യേശു എന്നെ യഥാസ്ഥാനപ്പെടുത്തും. ബിസിനസ് തകർന്നു പോയോ? കുഞ്ഞുങ്ങൾ വഴിമാറിപ്പോയോ? ജോലിയിൽ പരാജയങ്ങൾ വന്നുപോയോ? കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുപോയോ? വിശ്വസിച്ചേ, പ്രാർത്ഥിച്ചേ, എന്നിട്ട് പറ, എൻ്റെ യേശു എന്നെ യഥാസ്ഥാനപ്പെടുത്തും. ഈ വിഷയത്തിൽ എൻ്റെ യേശു എന്നെ യഥാസ്ഥാനപ്പെടുത്തും. എൻ്റെ യേശു എന്നെ യഥാസ്ഥാനപ്പെടുത്തും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എവിടെയെങ്കിലും വഴിമാറി ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ യഥാസ്ഥാനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ചു പിടിച്ചാട്ടെ. പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ എവിടെയാണോ സ്ഥാനം തെറ്റി നിൽക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ യഥാസ്ഥാനപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശരീരം യഥാസ്ഥാനപ്പെടട്ടെ, ബിസിനസ്സുകൾ യേശുവിൻ്റെ ജോലി യഥാസ്ഥാനപ്പെടട്ടെ, ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾ യഥാസ്ഥാനപ്പെടട്ടെ. ദൈവപ്രവൃത്തി നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ് കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വി ആർ ഷൈനിങ്, വി ആർ ഷൈനിങ്, വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.